നമ്മളിപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് വിദേശകാര്യ വിദഗ്ധൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ചരിത്രം എഴുതിയിരിക്കുകയാണ് ന്യൂയോർക്ക്. അത് പലതരത്തിലാണ്. ആദ്യത്തെ ഒരു മുസ്ലിം വംശജനെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു, ട്രംപിൻ്റെ ആഹ്വാനങ്ങളെ എല്ലാം തള്ളി ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ കൂടെ പിന്തുണയോടെ മംദാനി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് ഏത് രീതിയിലാണ് ഒരു ടേണിംഗ് പോയിന്റ് ആവുന്നത്? തീർച്ചയായും സോറാൻ മംദാനിയുടെ തെരഞ്ഞെടുപ്പ് തീർച്ചയായും വളരെ വലിയ ചലനങ്ങളാണ് അമേരിക്കയിൽ ഉണ്ടാക്കുക. കാരണം ഇത് ഒഴിവാക്കാൻ ഈ വിജയം ഡെമോക്രാറ്റുകൾക്ക് സ്വാഭാവികമായി വിജയസാധ്യതയുള്ള സ്ഥലമാണ് ന്യൂയോർക്ക് സിറ്റി. അവിടെ പരമ്പരാഗതമായി ന്യൂയോർക്ക് സംസ്ഥാനത്താകട്ടെ, ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിലാകട്ടെ എല്ലാം തന്നെ ഡെമോക്രാറ്റുകളുടെ തേരോട്ടമാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ടൊരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ജയിക്കുക എന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ജയം ഒഴിവാക്കാനായി ഡൊണാൾഡ് ട്രംപ് പരമാവധി ശ്രമിച്ചു. ശക്തനായ സ്ഥാനാർത്ഥി തന്നെയാണ് ആൻഡ്രൂ കുവോമോ. അദ്ദേഹം ലൈംഗിക ആരോപണത്തിൽപ്പെട്ട് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും സ്വതന്ത്രമായി മത്സരിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ തഴഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അനുകൂലമായി റിപ്പബ്ലിക്കൻ വോട്ടുകൾ ഉൾപ്പെടെ സമാഹരിക്കാൻ ഒരു അവസാനവട്ട ശ്രമം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തി. അതിനുള്ള പ്രധാന കാരണം സൊഹറാനി എന്ന വ്യക്തി ചെറുപ്പക്കാരനാണ്, 33 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായ ഒരു ഇടത് അനുഭാവം കാട്ടുന്ന ഒരു വ്യക്തി. കാരണം വംശീയ അടിത്തറ ഉഗാണ്ടയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ തീരുന്ന മീര നായരുടെ മകൻ കൂടിയായ സോറാൻ മംദാനി മുസ്ലിം മതവിഭാഗക്കാരനാണ്. പലസ്തീൻ കോസിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. ആഗോളതലത്തിൽ സോഷ്യലിസ്റ്റ് ചിന്തയ്ക്ക് വ്യാപകമായ പ്രചാരമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ കടുത്ത കമ്മ്യൂണിസ്റ്റായി വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കയുടെ സവിശേഷമായ സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറാകുന്ന ഒരു അവസ്ഥ, അത് വലിയ വിപത്തുണ്ടാക്കും എന്ന ട്രംപിന്റെ പ്രചരണം ഏശിയിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ കാട്ടുന്നത്. 9 ലക്ഷത്തിലധികം വോട്ടുകളുടെ പിൻബലത്തോടുകൂടി മംദാനി അധികാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവിടെ ന്യൂയോർക്കേഴ്സ് സംസാരിച്ചിരിക്കുന്നു. അവിടെ അടിസ്ഥാന വർഗത്തിന് വലിയ വേരോട്ടമുള്ള സ്ഥലമാണ്. കാരണം ന്യൂയോർക്കിൽ സാധാരണക്കാരും അമേരിക്കയിലെ അടിസ്ഥാന വിഭാഗങ്ങളും വർക്കിംഗ് ക്ലാസ് പോപ്പുലേഷനും അവർ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് മംദാനിയുടെ വാഗ്ദാനങ്ങളെ കാണുന്നത്. ഒരുപക്ഷെ റിപ്പബ്ലിക്സിന് ഈ കാര്യങ്ങൾ മാച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ മേയർ തെരഞ്ഞെടുപ്പാണ് എന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് മംദാനി ഉയർത്തിയ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നാളുകളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചെടുക്കാൻ കഴിയുന്നതാണോ എന്ന് ചിന്തിക്കുന്ന ആളുകളും ഇപ്പോഴും. അതുകൊണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പോസ്റ്റ് എന്ന നിലയ്ക്ക് ന്യൂയോർക്ക് മേയർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില പ്രത്യേകതകൾ കൂടിയുണ്ടല്ലോ. അത് ട്രംപിനൊരു ഭീഷണിയായി. അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ജൂത വംശജരുടെ സാന്നിധ്യം ഏറ്റവും കൂടുതലുള്ള ന്യൂയോർക്കിൽ ആൻറ്റി ജൂ ആണ്, ഇസ്ലാമിസ്റ്റ് ആണ്, പ്രോ പാലസ്തൈൻ ആണ്. അങ്ങനെ പല പല ആരോപണങ്ങൾ നിരന്തരം സോറാൻ മംദാനിക്കെതിരെ ഉന്നയിച്ചിരുന്നു. അതിനുമൊക്കെ അപ്പുറത്താണ് അടിസ്ഥാന വർഗത്തിൻ്റെ ഫ്രീ ബസ് ഫെയർ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ പാർപ്പിട സൗകര്യം, കുട്ടികൾക്കുള്ള അവകാശങ്ങൾ, ഇങ്ങനെ മുന്നോട്ട് വെച്ച ന്യായങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ന്യായമായ കാര്യങ്ങൾ കൊണ്ടാണോ മംദാനി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? ഇത്ര വലിയൊരു പിന്തുണ, ഇത്രയും ആളുകൾ വോട്ട് ചെയ്യാനെത്തി എന്നത് പോലും അത്ഭുതകരമാണല്ലോ. ഇവിടെ വംശീയതയോ മംദാനിയുടെ മതമോ ഒന്നുമല്ലായിരുന്നു ന്യൂയോർക്കേഴ്സിന്റെ പരിഗണനാ വിഷയം. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സൂചിപ്പിച്ച പാർപ്പിടം, അടിസ്ഥാന സൗകര്യങ്ങൾ, അവർക്ക് തൊഴിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ ഒരു സോഷ്യലിസ്റ്റ് സമീപനം പുലർത്തുന്ന മംദാനിക്ക് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താൻ കഴിയും മേയർ എന്ന നിലയിൽ എന്നുള്ള വിശ്വാസമാണ്. ഇതിനെ ഒരു പാൻ അമേരിക്കൻ ലെവലിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നത് സംശയമാണ്. കാരണം അമേരിക്കയുടെ അടിസ്ഥാന ഈ കുടിയേറ്റ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ന്യൂയോർക്കിന്റെ നിലപാടാവില്ല ഒരുപക്ഷെ അമേരിക്കയുടെ ആകമാന നിലപാട്. അങ്ങനെ കുടിയേറ്റ വിരുദ്ധത ഒരു നിലപാടായി തന്നെ ട്രംപ് എടുക്കുകയും വലിയ ഫിൽറ്ററിങ്ങിന് ശേഷം മാത്രം അമേരിക്കയിലെ കുടിയേറ്റം അനുവദിക്കുകയും ചെയ്യുകയായിരുന്നു. ട്രംപിന്റെ നയത്തിന് ദേശവ്യാപകമായി ഒരു പരിധിവരെ പിന്തുണ കിട്ടിയതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിൽ വന്നതും ഇപ്പോഴും പിന്തുണ കുറെയൊക്കെ നിലനിർത്താൻ കഴിയുന്നതും. പക്ഷെ ന്യൂയോർക്കിൽ വലിയ തോതിൽ കറുത്ത വംശജർ, അറബ് വംശജർ, ജൂതവംശജർ എല്ലാവരും തിങ്ങിപ്പാർക്കുന്ന ഒരു മിശ്ര വിഭാഗമാണ്. ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി എന്ന നിലയിൽ ന്യൂയോർക്കിന്റെ പ്രത്യേകതയെ നമുക്ക് വേറിട്ട് കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ മംദാനി
പലപ്പോഴും ന്യൂയോർക്ക് ഗവർണറായ ആള് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പ്രൈമറികളിൽ വിജയിച്ച് പാർട്ടി സ്ഥാനാർത്ഥിത്വം നേടുന്ന ഡെമോക്രാറ്റുകളുടെ, റിപ്പബ്ലിക്കൻസ് ഒരിക്കലും ന്യൂയോർക്കിൽ പ്രഭാവം ചെലുത്താറില്ല, ഡെമോക്രാറ്റിക് പാർട്ടി കാൻഡിഡേറ്റ് ആകുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. പക്ഷെ മംദാനി വളരെ ചെറുപ്പമാണ്, 33 വയസ്സ് മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഭാവിയിൽ അദ്ദേഹത്തിന്റെ മേയർ പദവിയിലെ അദ്ദേഹത്തിന്റെ പ്രകടനം വലിയ ഒരു ഉരകല്ലാവും. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രോമിസ് ഡെലിവർ ചെയ്യാൻ കഴിയുമോ? കേന്ദ്ര സർക്കാർ എങ്ങനെയാണ്, അതായത് അമേരിക്കയുടെ ഫെഡറൽ അഡ്മിനിസ്ട്രേഷൻ ന്യൂയോർക്കിനോട് എടുക്കുന്ന സമീപനം എന്തായിരിക്കും? ഇതൊരു ഫെഡറൽ ഫിഷറായി മാറുമോ? ഇതെല്ലാം തന്നെ വലിയ തർക്ക വിഷയങ്ങളായി ഒരുപക്ഷെ ഭാവിയിൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ അംബാസിഡർ ടി പി ശ്രീനിവാസൻ, നയതന്ത്ര വിദഗ്ധൻ, അദ്ദേഹം കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ടി പി ശ്രീനിവാസൻ, ഒരു ചരിത്രം കുറിക്കപ്പെടുകയാണ് ഇപ്പോൾ ന്യൂയോർക്കിൽ. അത് ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും? വലിയൊരു ഫെഡറൽ യുദ്ധത്തിലേക്ക് പോകുമോ? കാരണം അത്രയേറെ ഭീഷണികൾ ട്രംപ് മുഴക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ നിലവിൽ തന്നെ. മറ്റൊന്ന്, മംദാനിയെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണോ ഈ മേയർ പദവി എന്നൊരു സംശയമാണ് ഈ പ്രചാരണ കാലയളവിൽ ഉടനീളം റിപ്പബ്ലിക്കൻസും അല്ലെങ്കിൽ ട്രംപും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അദ്ദേഹം എന്ത് ചെയ്യാൻ പോകുന്നു, എങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഈ ഒരു ചരിത്ര നിമിഷത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അജയ് സുധ ബിജു തുടരുന്നുണ്ട്. അജയ്, ഒരുപക്ഷെ ന്യൂയോർക്ക് പോലൊരു സിറ്റിയുടെ മേയർ പദവി ഒരു 34-കാരനായ വലിയ കാര്യമായ ഭരണപരിചയം ഇല്ലാത്ത മംദാനിയെ കൊണ്ട് എടുത്താൽ പൊങ്ങില്ല എന്നതൊക്കെയായിരുന്നു പ്രചാരണ കാലയളവിൽ ഉടനീളം റിപ്പബ്ലിക്കൻസ് ഉയർത്തിയിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദം. പക്ഷേ മംദാനി വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. ആദ്യഘട്ടം മുതലേ ആത്മവിശ്വാസത്തോടെയാണ് അദ്ദേഹം ജനങ്ങളെ സമീപിച്ചിട്ടുള്ളത്, ഈ ക്യാമ്പയിനെ മുഴുവൻ സമീപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ എത്രത്തോളം ആകാംക്ഷയുണ്ട്? ശ്രീജ, ഇപ്പോൾ നിലവിൽ ഈ US-ലുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഒരു വരുമാനം കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ന്യൂയോർക്ക് മേയറാണെന്ന് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ ട്രംപ് അതിനനുസരിച്ചുള്ളൊരു പ്രചരണം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നയിച്ചിരുന്നത്. അതായത് ഈ മംദാനിയുടെ ഈ ഇപ്പോൾ നിലവിലുള്ള ഇത്തരത്തിലുള്ള ഒരു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അത് ന്യൂയോർക്കിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ മംദാനി ജയിക്കുകയാണെങ്കിൽ ന്യൂയോർക്കിനുള്ള സാമ്പത്തിക സഹായങ്ങൾ ന്യൂയോർക്കിന് അനുവദിക്കുന്ന ഫെഡറൽ ഫണ്ടെല്ലാം നിർത്തിവെക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇത് ട്രംപിനെ ഒറ്റയ്ക്കെടുക്കാവുന്ന ഒരു തീരുമാനമല്ല. അത് കോൺഗ്രസിൻ്റെ മുഴുവൻ അംഗങ്ങളുടെ വോട്ട് വേണം. എന്നാൽ മാത്രമേ ഇത് ഇത്തരമൊരു പ്രഖ്യാപനം അത് നിലവിൽ അത് പ്രാവർത്തികമാവുകയുള്ളൂ. എന്നാൽ ഇത്തരം ട്രംപിൻ്റെ ഒരു പ്രചരണങ്ങൾക്കെതിരെയൊക്കെയുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റൊരു പ്രതികരണം ഇപ്പോൾ മംദാനി ജയിച്ചതിന് പിന്നാലെ വന്നിട്ടുണ്ട്. അതായത് ട്രംപാണ് നിങ്ങളുടെ പ്രസിഡന്റ് എന്ന് മറക്കരുത് എന്നുള്ള രീതിയിലൊരു എക്സ്പോസ്റ്റ് വൈറ്റ് ഹൗസ് പങ്കുവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു രസകരമായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാദമാണ്. അദ്ദേഹം എക്സ്പോസ്റ്റ് ഇട്ടത് ട്രംപിൻ്റെ പേരല്ല ബാലറ്റിൽ എന്നുള്ളതാണ് റിപ്പബ്ലിക്കൻസിൻ്റെ പരാജയത്തിന് ഇടയാക്കിയത്. അതുപോലെ തന്നെ US-ൻ്റെ ഷട്ട് ഡൗൺ അത് US-ലുള്ള ഇപ്പോൾ നിരവധി ദിവസങ്ങളായി US-നെ ബാധിക്കുന്ന